വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വുമൻസ് ഡേ അല്ലേ, അപ്പോൾ വുമൻസ് ഡേ എല്ലാ വുമൻസിനും എൻ്റെ വുമൻസ് ഡേയുടെ ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുർത്തി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പഴയ സാരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാരീനെ ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തു എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രത്യേകത. അത്ര വലിയ ഡിസൈനിങ് അല്ല, ആർക്കും വേണമെങ്കിൽ പറ്റും, അത്ര ഈസിയാണ്. ഒരു കസവിന്റെ ഒരു സാരി. അപ്പോൾ അത് എങ്ങനെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ നമുക്ക് വെറൈറ്റി ഒക്കെ നമുക്ക് പരീക്ഷിക്കാമല്ലോ. അപ്പൊ ഇതാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു പാന്റും തയ്ച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് വരുന്നത്. അപ്പൊ എന്റെ കയ്യിലൊരു സാരി, അപ്പൊ നമുക്ക് 5.5 മീറ്റർ സാരിയിൽ ഇതുണ്ടാവും. ഇതുപോലെ സിമ്പിൾ ആയിട്ടൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് സൈഡിലേക്ക് വെച്ചു. നമുക്ക് കസവ് സാരികൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പറ്റാവുന്ന മോഡലിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പിന്നെ പഫ് സ്ലീവ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്ര കയ്യേ വെച്ചിട്ടുള്ളൂ. പിന്നെ സ്ലിറ്റ് സാധാരണ സ്ലിറ്റ് ആയിട്ട് തന്നെ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് പാൻറ് കേട്ടോ, അതായത് പോലെ ഇലാസ്റ്റിക് ഒക്കെ വെച്ച് സ്ട്രെയിറ്റ് പാൻറ്റും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ബാക്കി തുണി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനൊരു പാൻറ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഈസിയാണ് ചെയ്യാനായിട്ട്, സിമ്പിൾ ആണ് കേട്ടോ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് മാത്രം അറിഞ്ഞാൽ മതി. ചെറിയൊരു ഇത് മാത്രം ഫ്രണ്ടിൽ വെക്കണുള്ളൂ. അപ്പോൾ അതിന് അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നല്ല. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടോക്കുക. വീഡിയോ കണ്ടോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ സാരി വെച്ചിട്ട് ഒരു കുർത്തി തയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒരു കസവൊക്കെ ഇട്ട് അപ്പോൾ അതിൻ്റെ ലൈനിങ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി ഞാൻ 4ആയിട്ട് ഇതുപോലെ മടക്കി വെച്ചു. എന്നിട്ട് നമുക്ക് കണ്ടോ 4ആയിട്ട് നമ്മളെങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ ഞാൻ 7ആണ് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ചിലാണ് അതിൻ്റെ നെക്ക് എടുത്തിരിക്കുന്നത്. ക്യാൻവാസിലാണ് ചെയ്യുന്നത്. 7 ഇഞ്ചിൽ തന്നെയാണ് ഞാൻ അതിൻ്റെ ആം ഹോൾ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. അതിന് ശേഷം ഞാൻ എൻ്റെ ചെസ്റ്റ് എടുക്കുന്നത് 10 ഇഞ്ചിലാണ്. 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു കേട്ടോ. ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. ആം ഹോള് പകുതി എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ആം ഹോൾ കർവ് വരച്ചു. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. കണ്ടോ, ആം ഹോൾ കർവ് വരച്ചു. ഞാൻ വേസ്റ്റ് ലൈൻ എടുക്കുന്നത് 14 ഇഞ്ചിലാണ്. ഹിപ്പ് ലൈൻ എടുക്കുന്നത് 21 ഇഞ്ചിലാണ്. കണ്ടോ, ഇതുപോലെ. ഇനി ഇതിൻ്റെയൊക്കെ റൗണ്ട് മെഷർമെൻറ്റുകൾ നോക്കട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കാം. ഇതുപോലെ കുഴിച്ച് വരച്ചു. അപ്പോൾ എനിക്ക് വേസ്റ്റിൻ്റെ വിട്ട് വരുന്നത് 8.75 അത് ഞാൻ ചെസ്റ്റും വേസ്റ്റായിട്ട് കണക്ട് ചെയ്ത് വരച്ചു. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഇതുപോലെ. ഇനി ഹിപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് 21 ഇഞ്ചാണല്ലോ. അപ്പോൾ എനിക്ക് വരുന്നത് 10.5 ഇഞ്ചിലാണ് എനിക്ക് ഹിപ്പിൻ്റെ വരിക. അപ്പോൾ അവിടെ മാത്രം ഞാൻ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. നോർമലായിട്ട് കൊടുക്കണ പോലെ 1 ഇഞ്ച് കൊടുത്തു. ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു. 43 ഇഞ്ചാണ് ഈ കുർത്തിയുടെ ഫുൾ ലെങ്ത് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ബോട്ടം പാർട്ടിൽ കണ്ടോ, ഞാനിവിടെ 10.5 ഇഞ്ചാണല്ലോ എടുത്തിരിക്കുന്നത്. ഇവിടെ 14 ഇഞ്ചാണ് അതിൻ്റെ ബോട്ടം പാർട്ടിൽ ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, എന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി. എങ്ങനെയാണോ നോർമൽ കുർത്തി ചെയ്യുന്നത് അതുപോലെ ലൈനിങ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ മെയിൻ തുണിയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എൻ്റെ ഷോൾഡർ സ്ലോപ്പിലൊക്കെ കൊടുത്ത് നമ്മൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തു. കണ്ടോ, അതിൻ്റെ സെൻറ്റർ പാർട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മെയിൻ തുണിയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 2 സെപ്പറേറ്റ് ആക്കണം. ആ ഒരു ഭാഗം ഷോൾഡറിൻ്റെ ഭാഗം സെപ്പറേറ്റ് ആക്കി. എൻ്റെ ഇതിൽ സാരിയിലുള്ളൊരു കസവിൻ്റെ ഒരു ഭാഗം ഞാൻ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മളെ കസവിൻ്റെ ഇപ്പുറത്തെ ഭാഗം 1/2 ഇഞ്ചും അപ്പുറത്തെ ഭാഗം 1/2 ഇഞ്ചും ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ഫ്രണ്ട് പാർട്ട് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ 2 ഭാഗം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനതിൻ്റെ ബാക്ക് പാർട്ട് മാറ്റി എൻ്റെ ഫ്രണ്ട് പാർട്ട് എടുത്ത് ഞാൻ ഇതുപോലെ വെച്ചു. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനൊരു ഗൈഡ് ലൈൻ ആവശ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 2ആയിട്ട് മടക്കി വെച്ചു ഫ്രണ്ട് പാർട്ട്. ഞാൻ ക്യാൻവാസിലാണ് നെക്ക് കൊടുക്കുന്നത്. പക്ഷേ എന്നാലും നെക്ക് ഇതിലൊന്ന് ഒരു ഗൈഡ് ലൈൻ പോലെ വയ്ക്കുക കേട്ടോ. അപ്പോൾ 4 ഇഞ്ചിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 6.5 ഇഞ്ചിലാണ് ഞാൻ നെക്കിലെ ലെങ്ത്ത് കൊടുക്കുന്നത്. മറ്റൊരു റൗണ്ട് നെക്ക് നമ്മളിതുപോലെ കൊടുക്കുക എന്നുള്ളത് നമ്മളവിടെ വരച്ചിടാം, നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ കൊടുത്തു. കറക്റ്റ് സെൻറ്ററിൽ കൂടെ ലൈൻ താഴേക്ക് നമ്മൾ വരച്ചു കൊടുത്തു. അവിടെയാണ് നമ്മളത് വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഇത് ശരിയാക്കി പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് വരച്ചു കൊടുത്ത് നമ്മളിതൊന്നുപോലെ ഒന്ന് നിർത്തി വയ്ക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് അതിൻ്റെ നെക്ക് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് താഴേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ താഴേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് എടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ടില്ലേ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എടുക്കുക. ഞാൻ കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കസവിൻ്റെ സെൻറ്റർ എടുത്തിട്ട് നമ്മൾ ആ കുർത്തിയുടെ മെയിൻ ക്ലോത്തിലെ സെൻറ്റർ പോയിന്റിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഞാൻ വരച്ചിട്ട ആ ഭാഗമല്ലേ, അവിടെ കുറച്ച് ശ്രദ്ധിക്കണം. അത് കുറച്ചൊരു 1/2 ഇഞ്ച് നമ്മൾ കയറ്റി വെക്കണം കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ടോ, ആ കസവിൻ്റെ ഭാഗം കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കണം.
കണ്ടോ, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദാ അതുപോലെ മുകളിലേക്ക് ഞാനൊന്ന് കയറ്റി വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു ഇങ്ങനെയല്ല പിൻ ചെയ്യേണ്ടത്, ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. അതിന് ശേഷം ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ സെൻറ്റർ പോയിന്റിൽ വെച്ച് കറക്റ്റായിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കണ്ടോ. വെക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കുറച്ച് കയറ്റി വെക്കണം, അപ്പോൾ നമ്മുടെ നെക്ക് ചെയ്യുമ്പോൾ ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് എപ്പോഴും അത് ശ്രദ്ധിക്കണം, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമ്മളത് പിൻ ചെയ്ത് കൊടുക്കുക കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ കൂടെ നേരെ താഴെ വരെ നമ്മൾ ആ കസവ് വെച്ച് കൊടുക്കുക കേട്ടോ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഭാഗം ഞാൻ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്, അത് അവിടെ മടങ്ങിപ്പോവും നമ്മൾ ക്യാൻവാസ് വെച്ച് നെക്ക് തയ്ക്കുമ്പോൾ കേട്ടോ. ക്യാൻവാസിൽ 4 ഇഞ്ചാണ് നെക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 ഇഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ സ്ക്വയർ ബോക്സ് കൊടുത്തു, ഇതുപോലെ കണ്ടോ നെക്ക് കൊടുത്തു, 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്തു. ഇത് ഫ്രണ്ട് പാർട്ട്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും ചെയ്തിട്ടുണ്ട്. അവിടെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. കണ്ടോ ഇതുപോലെ ഞാൻ രണ്ടും ക്യാൻവാസിൽ തന്നെയാണ് ചെയ്യുന്നത്. കണ്ടോ, അത് 6 ഇഞ്ചും ഇത് 5 ഇഞ്ചിൻ്റെയുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമ്മളെങ്ങനെയാണ് നോർമലായിട്ട് വെച്ച് കൊടുക്കില്ലേ, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഭാഗം അവിടെ കറക്റ്റായിട്ട് വരണം. അപ്പോൾ നമ്മളത് കുറച്ച് കയറ്റി വെക്കണം ഞാൻ പറഞ്ഞില്ലേ, കസവിൻ്റെ ഭാഗം. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുക, എങ്ങനെയാണോ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അതിന് ശേഷം സ്ലീവ് എടുക്കുകയാണ്. അപ്പോൾ സ്ലീവിൻ്റെ 3 ഇഞ്ച് ഞാൻ പഫ് സ്ലീവാണ് എടുക്കുന്നത്, എക്സ്ട്രാ എടുത്തു. അതിന് ശേഷം ഒരു 12 ഇഞ്ചിലാണ് ഞാൻ ഇതുപോലെ 12 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ 3 ഇഞ്ച് താഴേക്ക് എടുക്കുക, നമ്മളൊരു ബോക്സ് ആക്കി മാറ്റുക കേട്ടോ. നമുക്കവിടെ പഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 8 ഇഞ്ചാണ് എൻ്റെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി വരുന്നത്. 3 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് എടുത്ത് നമ്മൾ നോർമലായിട്ട് കുർത്തിക്ക് നമ്മൾ ചെയ്യല്ലോ, എങ്ങനെയാണ് സ്ലീവ് ചെയ്യുക, അത് പലവട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ അധികം പറയില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സ്ലീവ് വരയ്ക്കുക, അതുപോലെ തന്നെ ബാക്കും സ്ലീവും കറക്റ്റായിട്ട് വരച്ച് കുഴിച്ച് എടുത്ത് കണ്ടോ നമ്മൾ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ബോക്സിൽ നിന്ന് നമ്മുടെ ആ സ്ലീവിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതുപോലെ പഫ് സ്ലീവ് ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് മുന്നേ ഈ പഫ് സ്ലീവ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ കറക്റ്റ് ഫിറ്റ് വരുന്നത് 4.5 ഇഞ്ചിലാണ്. അവിടേക്ക് ഞാനൊരു ലൈൻ കൊടുത്തു. അതിന് ശേഷം 1.5 ഇഞ്ച് സീം അലവൻസ് ആണല്ലോ കുർത്തിയിൽ കൊടുത്തത്, അതുപോലെ തന്നെ നമ്മൾ സ്ലീവിനും 1.5 ഇഞ്ച് കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. കണ്ടോ നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുക അതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇനി ആ പഫാക്കി നമ്മൾ കുർത്തിയിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം കുർത്തി ഞാൻ കറക്റ്റാക്കി അതിൻ്റെ സ്ലിറ്റും അതുപോലെ സ്ലീവും ഒക്കെ വെച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് കിട്ടും കണ്ടോ. ഞാനെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ബാക്കി തുണി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്ട്രെയിറ്റ് പാൻറ്റും തയ്ച്ചിട്ടു. അപ്പോൾ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ഞാൻ മുന്നൊരു സ്ട്രെയിറ്റ് പാൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതേപോലെ തന്നെയാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എക്സ്ട്രാ തുണിയുള്ളത് കൊണ്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു വെറൈറ്റിക്കായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് പാൻറ്റ് ചെയ്തു. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നമ്മളതുപോലെ കട്ട് ചെയ്തെടുക്കുക പറഞ്ഞ പോലെ. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും കണക്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു കുർത്തിയും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ്റും കിട്ടി കേട്ടോ. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ, ഷെയർ ചെയ്തോളൂ. അതുപോലെ തന്നെ ഇത് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.